നാം നമ്മുടെ സ്വന്തം ഭവനത്തിൽ ഏതെങ്കിലും വിഷയത്തിന് നടുവിൽ അപമാനഭാരത്തോടെ ദുഃഖത്തോടെ ആയിരുന്നാൽ നമുക്കത് കുഴപ്പമില്ല. പക്ഷെ എന്നാൽ ഒരു അന്യനാട്ടിൽ നമ്മുടെ ശത്രുക്കളുടെ മുൻപിൽ നാം അപമാനത്തോടെയും നിന്ദയോടെയും തല താഴ്ത്തി നടക്കേണ്ടി വരുന്ന ഒരവസ്ഥ നാം ആലോചിച്ച് നോക്കി. എത്ര വേദനാജനകമായിരിക്കും. ആർക്കും ഇത് ഉണ്ടാകരുത് എന്നായിരിക്കും നമ്മുടെ പ്രാർത്ഥന. ഞാൻ അനുഭവിച്ചതുപോലുള്ള വേദന മറ്റാരും അനുഭവിക്കരുത് എന്നായിരിക്കും നാം നമ്മുടെ ഉള്ളിൽ പറയുന്നത്. ഇസ്രായേലിനെ കുറിച്ച് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. അവർ കവർച്ചയായിപ്പോയി ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായിപ്പോയി മടക്കിത്തരിക എന്നാരും പറയുന്നില്ല. ജീവിതത്തിൽ അവരുടെ പാപ സ്വഭാവം, ദൈവികാരാധന, വിശുദ്ധ ജീവിതം, ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളിൽ ഉണ്ടായ പ്രതിഫലനം, ഇതെല്ലാം അവരെ കുഴികളിൽ, ശത്രുരാജ്യത്തിനകത്ത് ആരും എന്നെ കാണണ്ട, ആരും എന്നെ ഉപദ്രവിക്കരുത്, കുഴികളിൽ അടയ്ക്കപ്പെട്ടവരെ പോലെ ഒതുക്കപ്പെട്ടു പോകുന്നൊരനുഭവം, കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനുഭവങ്ങൾ. കാര്യം എന്താണെന്ന് ചോദിക്കൂ. അവർ നമ്മോട് പറയും, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിയുന്ന ദൈവത്തെ നേരാവണ്ണം സേവിച്ചില്ല. ഞങ്ങളെ വിടുവിച്ച ദൈവത്തെ, ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെ ഞങ്ങളും ഞങ്ങളുടെ തലമുറയും ദൈവത്തോട് നേരാവണ്ണം നിൽക്കാത്തത് കാരണം ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് വിരോധമായി മാറി. ഇസ്രായേലിൽ ശക്തന്മാരായ രാജാക്കന്മാരില്ലായിരുന്നു. അവർക്ക് വിടുവിക്കാൻ കഴിയില്ലേ? ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യില്ലേ? പക്ഷേ ദൈവത്തിൻ്റെ പ്രമാണത്തിനകത്ത് നിൽക്കുന്നവന് വേണ്ടി, ദൈവവചനത്തിനകത്ത് നിൽക്കുന്നവന് വേണ്ടി, ദൈവികമായ ചിന്തയോടുകൂടി ജീവിക്കുന്നവന് വേണ്ടി ദൈവം എല്ലാ കാലത്തും ഇറങ്ങി വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. മനസ്സിലുണ്ടായ അഹങ്കാരങ്ങൾ ഇസ്രായേലിനെ ശത്രുവിൻ്റെ കൈക്കകത്ത് ആക്കി തീർത്തു. ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ തലമുറയ്ക്കകത്ത്, നമ്മുടെ വിഷയങ്ങൾക്കകത്ത് നമ്മൾ തല താഴ്ത്തി നിന്നയോടെ, വേദനയോടെ, കണ്ണുനീരോടെ ആയിരിക്കുന്നെങ്കിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വ്യക്തമായി നമ്മോട് ദൈവം സംസാരിക്കുന്നു. മടക്കി ചോദിക്കാൻ ആരുമില്ല. എഴുന്നേറ്റ് ഈ പകൽക്കാലം മധ്യസ്ഥാനച്ച് വീണുപോയ സ്ഥലങ്ങൾ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ്, തെറ്റുപറ്റിയത് എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് ദൈവത്തോട് മടങ്ങി വന്ന്, ദൈവപാദപീഠത്തിൽ മടങ്ങി വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രസാദമായ അനുഗ്രഹങ്ങൾ, പരിശുദ്ധാത്മാവിന് നമ്മളോട് കരുണ തോന്നിയിട്ട് ആ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പകരപ്പെടുവാൻ ഇടയായിത്തീരും. ഈ പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് നമുക്ക് ദൈവത്തോട് പറയാം: കർത്താവേ, അങ്ങയുടെ പാദപീഠത്തോട് ഞാൻ ചേർന്ന് വരുന്നു. ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തണം. ദൈവം എന്നെ മഹത്വത്തിൻ്റെ കരങ്ങളിൽ വഹിക്കണം. ഇന്നെൻ്റെ നിന്നയെ ശത്രു എന്നെ ലജ്ജിപ്പിക്കുവാൻ അനുവദിക്കാതെ എൻ്റെ മാനത്തിനായി ദൈവം മാറ്റും. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.